ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട്. പക്ഷേ പകൽ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ല തണുപ്പുമുണ്ട്. നല്ല തണുപ്പില്ല, എന്നാലും ചെറിയ തണുപ്പ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയല്ല, ഇഡ്ഡലിയാണ് കേട്ടോ. വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. ഇനി നമ്മുടെ മാവൊക്കെ പൊന്തി വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തണുപ്പ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മാവ് പൊന്തി വരില്ല, ഭയങ്കര പണിയാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ അന്നൊരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ കേട്ടോ. അതെനിക്ക് ഇൻസ്റ്റയിലെങ്ങാണ്ട് 1 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലോ യൂട്യൂബിലെങ്ങാണ്ട്. ആ മാവ് പൊന്തി പുറത്തൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതെങ്ങനെയാണ് മാവ് പൊന്തി വരണേന്ന് കേട്ടോ. അതെനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ചൂടായതുകൊണ്ടായിരിക്കും. ഇവിടെ നല്ല ചൂടായിരുന്നു ആ സമയത്ത്. ഇനി തണുപ്പ് സമയത്ത് എൻ്റെ മാവ് പൊന്താറേ ഇല്ല. അത് നമ്മൾ ഇങ്ങനെ പുതച്ച് മൂടി ഹീറ്ററിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ പൊന്തി. എന്നാലും നമ്മൾ ഉണ്ടാക്കും. കാരണം ഈ തണുപ്പത്ത് എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് രാവിലെ ഒന്നും നമുക്ക് എണീക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും മാവ് ഉണ്ടാക്കി വെക്കലാണ് പണി. ഇതാകുമ്പോൾ എന്തെങ്കിലും ദോശ പോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു ചട്നിയോ ഒരു സാമ്പാറോ അരച്ചാൽ രാവിലത്തെ പണി തീരുമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഡലിക്ക് കറി സാമ്പാറാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വേറൊരു സാമ്പാർ ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചു. എങ്ങനെയാണെന്ന് ഈ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ നമ്മൾ പൊട്ടറ്റോ കൂടി അങ്ങനെ കട്ട് ചെയ്യാതെ ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് അത് ഉടച്ചിട്ട് ആ സാമ്പാറിൽ ചേർക്കും കേട്ടോ. അത് ഞാൻ ഒരു തമിഴ് റീലിൽ കണ്ടതാണ്. അത് ഉണ്ടാക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മടി കാരണം ഞാൻ ഉണ്ടാക്കലില്ല. ഒരു ദിവസം ഉണ്ടാക്കണം. ഞാനിപ്പോൾ തപ്പിയിപ്പുണ്ട് ആ വീഡിയോ കാണാനില്ലേ, എവിടെ പോയിടാവേ. ആർക്കും അയച്ചു കൊടുത്താൽ എനിക്കറിയില്ല. ഞാനിങ്ങനെ കാണുമ്പോൾ അത് ആർക്കെങ്കിലും ഒന്നെങ്കിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചാലും കണ്ടുപിടിക്കാൻ പാടാം, കാരണം അത്രയും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ നമ്മൾ എന്നും ഉണ്ടാക്കണ സാമ്പാർ തന്നെ. എന്താ പറയുക, എൻ്റെ സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഞാൻ സാമ്പാർ കുക്കറിൽ അങ്ങനെ ആ വൈറ്റ് കളർ എന്താണെന്നറിയോ, ടിഷ്യൂ പേപ്പറാണ്. ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ പരിപ്പ് ഇങ്ങനെ തെറിക്കില്ലേ ചിലപ്പോൾ, അത് തെറിക്കാതിരിക്കാൻ വേണ്ടി വെച്ചു. നോക്കിയപ്പോൾ അതൊക്കെ എല്ലാം കൂടി അതിലൊട്ടി പിടിച്ചിരിക്കുകയാണ്. അതാണ് അങ്ങനെ ഇരിക്കണം കേട്ടോ. രാവിലത്തെ നമ്മുടെ സാമ്പാർ കഴിഞ്ഞു. ഇന്ന് പെട്ടെന്ന് ധൃതി പിടിച്ച് ചടപടാന്ന് ചെയ്തതാണ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ റേസിംഗ് ഡേ സെലിബ്രേഷനാണ് കേട്ടോ. റേസിംഗ് ഡേ സെലിബ്രേഷൻ അല്ല, റേസിംഗ് ഡേ, അതായത് 60th ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ 3-4 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ പോണത് ഒരു 2 മിനിങ്ങാന്നെങ്ങാണ്ട് നമ്മുടെ രാത്രി കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതിർത്തി പിടിച്ചതിൻ്റെ ഇടയിൽ ഈ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് പോയി തുറക്കലാണ് പണി. അങ്ങനെ എൻ്റെ തൈരൊക്കെ തട്ടിയിട്ടു ഈ ചെറുത്. പെട്ടെന്ന് പോകണം. ഇന്നാണെങ്കിൽ 10 മണിക്കെങ്ങാണ്ട് വണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് പോകണം. അവിടെ എക്സിബിഷനും പിന്നെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണം കേട്ടോ. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. എടുത്തുണ്ട്, പക്ഷെ ഇടാൻ പറ്റൂല. കാരണം അവിടെ നമ്മുടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാട്ടോ ഇടാത്ത. ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലെ സാമ്പാർ വെച്ചുകൊണ്ട് ലഞ്ചിന് നമ്മൾ സാമ്പാറാണ്. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ പൊട്ടറ്റോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ റേഷനും കിട്ടും, പിന്നെ നമുക്ക് അങ്ങനെ കുറേ കിട്ടുന്ന പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അത് ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ കുറേ വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് ഇങ്ങനെ കുത്തിക്കച്ചെടുക്കില്ല, അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് ഇടാമെന്ന് കേട്ടോ. ഇത് ഞാൻ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്യണം. ഇങ്ങനെയുണ്ട് സ്റ്റീമർ, നന്നായിട്ടുണ്ടോ? ഇതെനിക്ക് കൊളാബ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. മറ്റേ അയൺ ചെയ്യണേക്കാൾ നല്ലതായിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ബസ് വന്നു. ബസ്സൊക്കെ നേരത്തെ പോയി. പിന്നെ ഈ ബസ് വന്നു. ഞങ്ങൾ കുറച്ച് 2-3 മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുക്കണ്ട. അല്ലാതെ നമ്മൾ കുറേ അവിടെ തിന്നാനൊക്കെ കുടിക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. ഐസ്ക്രീം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് നമുക്ക് ഉമേഷ് ചേട്ടൻ ഒരാൾ കൊടുത്താണ് കേട്ടോ. ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ കൊടുത്താണ് കേട്ടോ. ലഞ്ച് ബോക്സ് കിറ്റ് 2 ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. വേറെന്താ,
അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.